രുചിഭേദങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വാട്ടർമെലൺ ബ്ലോസമാണ്. വെറും 2 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. പിന്നെ ഈ ഒരു റെസിപ്പിയുടെ പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പവർ ഇല്ലെങ്കിൽ പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. കാരണം ഇതിൽ മിക്സി ജാർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമ്മുടെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു തണ്ണിമത്തൻ 2ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ പകുതി ഭാഗമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ കഷ്ണങ്ങൾ സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ റെഡിയാക്കി എല്ലാം വെച്ച ശേഷം ഉണ്ടാക്കാൻ പോണ സമയത്താണ് പവർ ഇല്ലാതായത് കേട്ടോ. അപ്പോൾ ഓർത്തു പവർ ഇല്ലാതെ നമുക്കൊരു ഡ്രിങ്ക് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ചെയ്തെടുത്ത ഒരു റെസിപ്പിയാണത്. അപ്പോൾ ശരിക്കും വാട്ടർമെലൺ ബ്ലോസത്തിൽ നമുക്ക് മിക്സി ജാർ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് വാട്ടർമെലൺ അതിലിട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് പതിവ്. പക്ഷെ അതില്ലാതെ നമ്മളൊന്ന് ഉണ്ടാക്കി കാണിക്കുകയാണ് കേട്ടോ. എന്നിരുന്നാലും ഇത് വാട്ടർമെലൺ ബ്ലോസം തന്നെ പറയാം. കാരണം നമ്മളിത് നന്നായിട്ട് മാഷ് ചെയ്ത് കുറച്ച് വാട്ടറി ആക്കിയ ശേഷമാണ് എടുക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഞാൻ തണ്ണിമത്തൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് മാഷ് ചെയ്യേണ്ട, കുറച്ച് വാട്ടറി പോലെ ആവണം. അതുപോലെ തന്നെ നമുക്ക് പീസായിട്ട് കടിക്കാൻ കിട്ടുകയും വേണം. നിങ്ങളുടെ കയ്യിൽ മാഷർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ സൗകര്യം കേട്ടോ മാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് ഇല്ലാത്തത് കൊണ്ടാണ് മത്തും ഇതുപോലെ വിസ്കും ഒക്കെ ഉപയോഗിച്ച് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ പല വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസസ് അതുപോലെ മിൽക്ക് ഷേക്കൊക്കെ പല രീതിയിൽ ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൽ നല്ലതായിട്ട് തോന്നിയതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇന്നെടുത്ത ഈ ഒരു തണ്ണിമത്തൻ തീരെ മധുരമില്ല, അതുകൊണ്ട് മാത്രമാണ് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമായുള്ളൂ. ഒന്ന് തണ്ണിമത്തൻ, പിന്നെ ഒന്ന് വനില ഐസ്ക്രീം. അപ്പോൾ വനില ഐസ്ക്രീം ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം 2 വലിയ സ്കൂപ്പ് തന്നെ ഉണ്ടാവും കേട്ടോ ഇതിൽ. അപ്പോൾ എല്ലാം വാട്ടറി ആവാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. പവർ ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് മെൽട്ടാവുകയും ചെയ്തു. അപ്പോൾ ഇനി ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് സെർവ് ചെയ്താൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ പവറൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വാട്ടർമെലൺ ബ്ലോസം ഈ രീതിയിൽ തന്നെയാണ് ചെയ്യാറ്. അതിൽ നമ്മൾ കുറച്ചുകൂടെ ജ്യൂസാക്കി എടുക്കുന്നത് മാത്രം. അതിന് പകരമായിട്ടാണ് നമ്മളിവിടെ മാഷ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് തണുപ്പിനായിട്ട് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതും മെൽട്ടാവാനായിട്ട് തുടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ സാധാരണ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കണമെങ്കിൽ മിക്സി ജാർ വേണം. ഇതിന് അതുപോലും വേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.